ഹായ് ഹലോ. ഫിഫ വേൾഡ് കപ്പ് 2026 അത്യന്തം ആവേശകരമായ മറ്റൊരു റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാത്രി കൃത്യം 1:30, അതായത് നാളെ എന്ന് പറയാം, 1:30 ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടുക. ഫ്രാൻസ് വളരെ അതിശക്തമായ ഒരു ടീമാണ്. അവരുടെ ബെഞ്ച് വളരെ പവർഫുൾ ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ മൊറോക്കോ ഇതുവരെയുള്ള കളികൾ കണ്ടപ്പോൾ തന്നെ കാണികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫുട്ബോൾ നിരീക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും മൊറോക്കോയുടെ ശക്തി ദുർഗം എന്താണെന്ന്. ഏതായാലും എംബാപ്പെ, അതുപോലെ തന്നെ ഉസ്മാൻ ഡംബല്ല, അതുപോലെ തന്നെ മൈക്കിൾ ഒലീസെ, അതുപോലെ തന്നെ വില്യം സാലിബ, ഈ വമ്പന്മാരുടെ ഒരു നിര തന്നെ ഫ്രാൻസിന് പോസ്റ്റിലേക്ക് നിറയൊഴിക്കാൻ പാകത്തിന് ഉണ്ട്. ഒരു ഒറ്റയാൾ മാത്രമല്ല അവിടെ സ്കോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ കോച്ച് ഡെച്ചാമ്പ്, അതായത് ഡിഡിയർ ഡെച്ചാമ്പ്, അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പിഴയ്ക്കാത്ത തന്ത്രങ്ങൾ, ഉന്നം പിഴയ്ക്കാത്ത തന്ത്രങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ കടലാസിൽ മാത്രമല്ല ഗ്രൗണ്ടിലും കരുത്തരായ ടീം തന്നെയാണ് ഫ്രാൻസ്. ഏത് സമയത്ത് വേണമെങ്കിലും വെടിയുതിർക്കാൻ കഴിയുന്ന അത്യസാധാരണമായ ശക്തിയുള്ള ഒരു ടീം തന്നെയാണ്. അല്ലെങ്കിൽ ഈ ടൂർണമെന്റ് തന്നെ വിജയിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ളത് ഫ്രാൻസാണ്. ഫ്രാൻസിന് നേരിടുന്നത് ചെറുപ്പക്കാരുടെ ഒരു ടീമാണ്. അവര് കഴിഞ്ഞ യൂത്ത് വേൾഡ് കപ്പില് ചാമ്പ്യന്മാരായിരുന്നവരാണ്. മൊറോക്കോ എന്ന് പറയും കാരിരുമ്പിന്റെ കരുത്താണ്. അപ്പൊ ആഫ്രിക്കയുടെ ആ എല്ലാവിധ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വേഗത, ചടുലത, ചലനത്തിലെ നിയന്ത്രണം, ബോളിന്റെ നിയന്ത്രണം എന്ന് വേണ്ട, അതുപോലെ തന്നെ ഷൂട്ടിങ്ങില്, അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കൗണ്ടർ അറ്റാക്കാണ്. അപ്പോ അച്ചറഫ് ഹക്കിമി, അതുപോലെ തന്നെ യാസിനി ബൗണ്ടോ, അതുപോലെ തന്നെ ബ്രാഹിം ഡയസ്, അതുപോലെ തന്നെ ഉനാഫി, പിന്നെ അവരുടെ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ഔബി. അപ്പൊ ഇവരൊന്നും മോശക്കാരല്ല. ഇതുവരെയുള്ള കളികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏത് അവസരത്തിലും. അപ്പൊ ഈ മത്സരം വിലയിരുത്തുകയാണെങ്കിൽ ആദ്യം ഗോളടിക്കുന്നത് മൊറോക്കോ ആണെങ്കിൽ കളി അതീവ രസകരവും അതീവ ആവേശകരവുമായി മാറും, തർക്കമില്ല. ഇനി ആദ്യമേ ഫ്രാൻസ് ഗോളടിക്കുകയാണെങ്കിൽ ഒരു ഗോളിന് പുറകെ പിന്നെ ഗോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് മൊറോക്കോ ഒരു